അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡ്രാഗൺ ബോളിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. സോ ഇതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇട്ടിട്ട് കുറച്ച് ലേറ്റായി ഇതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ എത്താൻ. അതുകൊണ്ട് ഇനി തൊട്ട് നേരത്തെ ഇടാൻ നോക്കാം. അപ്പോൾ എന്തായാലും എപ്പിസോഡിലേക്ക് കിടക്കാം. അപ്പോൾ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ബുൽമയും ഗോക്കും ആ ആമയും കൊണ്ട് കടലിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് തടസ്സമായിട്ട് വല്ലാത്തൊരു കരടി അവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ ആമയെ എനിക്ക് തന്നോളൂ, എനിക്ക് കടലാമയെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, ഞാൻ തരില്ല. അപ്പോൾ ആ കരടി ഗോക്കുനോട് പറയുന്നുണ്ട്, ആ ആമയെ എനിക്ക് തന്നാ നിങ്ങളെ ഞാൻ വെറുതെ വിടാം. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, എടാ പൊട്ട മണ്ട, അതിനങ്ങ് കൊടുത്തേക്ക്, ആദ്യം നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, ഇല്ല, ഞാൻ നിങ്ങൾക്ക് ഒന്നും തരാൻ പോകുന്നില്ല. അപ്പോൾ ആ കരടി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ആദ്യം നിന്നെ തന്നെ തീർത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ആ കരടി ഒരു വാളെടുത്ത് നമ്മുടെ ഗോക്കുവിനെ വീശുന്നു. പക്ഷെ നമ്മുടെ ഗോക്കു അവിടുന്ന് ചാടി മാറുന്നു. എന്നിട്ട് ആ കരടി നമ്മുടെ ഗോക്കുവിനെ നിർത്താതെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ്റെ സ്പീഡ് ഉപയോഗിച്ചുകൊണ്ട് ആ അറ്റാക്കിൽ നിന്നെല്ലാം മാറുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗോക്കു ആ കരടിയുടെ തലയിൽ കയറിക്കൊണ്ട് അതിനൊരു പഞ്ച് കൊടുക്കുന്നു. അവൻ്റെ ഒറ്റൊരു പഞ്ച്, ആ ഒറ്റൊരു പഞ്ചിൽ തന്നെ ആ കരടി ബോധം കെട്ട് താഴെ കിടക്കുന്നു. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, ഇവന് ഇത്ര ശക്തി ഉണ്ടായിരുന്നു, ഞാൻ ഇത്രക്കും പ്രതീക്ഷിച്ചില്ല. അതിനുശേഷം ഇവരുടെ യാത്ര പിന്നെ ആരംഭിക്കുന്നു. അങ്ങനെ അവസാനം ഇവർ ആ ബീച്ചിലെത്തുന്നു. അപ്പം നമ്മുടെ ഗോക്കു കടൽ കണ്ട് പറയുന്നുണ്ട്, വാവ്, എത്ര മനോഹരം, എന്ത് വലിയ വെള്ളക്കെട്ടാണിത്. അപ്പോൾ ആമ പറയുന്നുണ്ട്, എന്നെ ഇവിടെ എത്തിച്ചതിന് നന്ദി, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം, കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമൊന്നുമില്ല, ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അപ്പോഴേക്കും ആമ കടലിലേക്ക് പോകുന്നു. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പിലാഫ് കിരീടമൊക്കെ വെച്ചിട്ട് ഒരു കുതിരപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പിലാഫിനെ കണ്ട് നമസ്കരിക്കുന്നുണ്ട്. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം പിലാഫ് മായോടും ഷൂവോടും സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഡ്രാഗൺ ബോൾസ് കണ്ടെത്തിയോ? അപ്പോൾ മായു പറയുന്നുണ്ട്, ആ ഇൻഫർമേഷൻ തെറ്റാണ്, അവിടെ ഫുള്ള് കുറുക്കന്മാരാണുള്ളത്. അപ്പോൾ ഷൂ പറയുന്നുണ്ട്, അതുമാത്രമല്ല ഒരു കുരങ്ങനെ പോലെ വാലുള്ളൊരു ചെക്കൻ വന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ പിലാഫ് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ എക്സ്ക്യൂസൊന്നും കേൾക്കാൻ സമയമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഡ്രാഗൺ ബോൾസ് കണ്ടെത്താൻ നോക്ക്. അപ്പോൾ പിലാഫിനൊരു കോൾ വരുന്നുണ്ട്. ആ കോൾ എടുത്തുകൊണ്ട് പിലാഫ് പറയുന്നുണ്ട്, ഒരു ഡ്രാഗൺ ബോൾ കണ്ടെത്തി, ടെർട്ടിൽ ഹെർമിറ്റ് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ ഒരു ഡ്രാഗൺ ബോൾ ഉണ്ട്. അയാൾ താമസിക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം തെക്ക് പടിഞ്ഞാറുള്ള ഒരു ഐലൻഡിലാണ്, വാ നമുക്ക് അവിടേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഇവർ ടെർട്ടിൽ ഹെർമിറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗോക്കും പുൽമയും ആമയെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആമ ഒരു വയസ്സായ വ്യക്തിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ വയസ്സായ വ്യക്തി പറയുന്നുണ്ട്, എൻ്റെ പേര് ടെർട്ടിൽ ഹെർമിറ്റ്, ആമക്കുട്ട നിന്നെ ആരാണ് സഹായിച്ചത്? അപ്പോൾ ആമ പറയുന്നുണ്ട്, ആ ചെറിയ കുട്ടി എന്നെ സഹായിച്ചത്. അപ്പോൾ ഹെർമിറ്റ് മുത്തശ്ശൻ ഗോക്കുനോട് പറയുന്നുണ്ട്, വളരെ നന്ദിയുണ്ട് കാമയെ രക്ഷിച്ചതിന്. കാമ എന്ന് വെച്ചാൽ ആമയുടെ പേരാണ്. അതിന് പകരമായിട്ട് ഞാൻ നിനക്കൊരു സമ്മാനം തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹെർമിറ്റ് മുത്തശ്ശൻ്റെ കയ്യിലുള്ള വടി പൊക്കി പിടിച്ചോട്ട് പറയുന്നുണ്ട്, മരണമില്ലാത്ത ഫിനിക്സ് പക്ഷി ഇവിടേക്ക് വരൂ. അപ്പോൾ ഗോക്കു ചോദിക്കുന്നുണ്ട്, ഫിനിക്സ് പക്ഷി എന്ന് വെച്ചാൽ എന്താ? അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, ഫിനിക്സ് പക്ഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണമില്ലാത്ത പക്ഷിയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഫിനിക്സ് പക്ഷി വരാൻ വേണ്ടി ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു കാക്കക്കുട്ടി പോലും വരുന്നില്ല. അപ്പോൾ ആമ ഹെർമിറ്റിനോട് പറയുന്നുണ്ട്, ഹലോ, ഫിനിക്സ് പക്ഷിയല്ലേ കഴിഞ്ഞ വർഷം ഫുഡ് പോയ്സൺ കാരണം മരിച്ചത്? അത് ഞാൻ ഓർത്തില്ല, ഇനി ഇവർക്ക് എന്ത് സമ്മാനം കൊടുക്കും? ആ ഒരെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ കിൻഡോവൻ ഇവിടേക്ക് വരൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മഞ്ഞ മേഘം അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഹെർമിറ്റ് പറയുന്നുണ്ട്, ഇതാണ് കിൻഡോവൻ. അപ്പോൾ ബുൽമ ചോദിക്കുന്നുണ്ട്, ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? അപ്പോൾ ഹെർമിറ്റ് പറയുന്നുണ്ട്, ഇതുപയോഗിച്ച് നമുക്ക് ആകാശത്ത് കൂടെ പറക്കാൻ കഴിയും. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, അത് കൊള്ളാലോ, പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്, ഇതിലെല്ലാവർക്കും കയറാൻ കഴിയില്ല, മനസ്സിൽ നന്മയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൽ കയറാൻ കഴിയൂ. വേണമെങ്കിൽ ഞാനൊരു ഡെമോ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ടെർട്ടിൽ ഹെർമിറ്റിലേക്ക് ചാടി കയറുന്നു. പക്ഷേ ചാടി കയറിയത് ഓർമ്മയുള്ളൂ, ആളിതാ നിലത്തെടുക്കുന്നു. അപ്പോൾ ടെർട്ടിൽ ഹെർമിറ്റ് പറയുന്നുണ്ട്, ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇതെന്താ ഇങ്ങനെ? അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, ഞാനൊന്ന് കയറി നോക്കട്ടെ. അപ്പോൾ ടെർട്ടിൽ ഹെർമിറ്റ് പറയുന്നുണ്ട്, ആ കയറി നോക്ക്, എന്തായാലും വീഴാനാ സാധ്യത, ഞാൻ വീണല്ലോ. അപ്പോൾ നമ്മുടെ ഗോക്കു ചാടി കയറുമ്പോൾ അവൻ ആ മേഘത്തിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട്, ഞാൻ കയറി. എന്നിട്ട് അവൻ ആ കിൻഡോയിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ മൊത്തം പറന്ന് കിടന്ന് കളിക്കുന്നു. സോ ആ ഷോട്ടോടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പിലാഫും ഗ്യാങ്ങും ടെർട്ടിൽ ഹെർമിറ്റ് താമസിക്കുന്ന ഐലൻഡ് കണ്ടെത്തുന്നു. എന്നിട്ട് പിലാഫ് പറയുന്നുണ്ട്, ഈ വീട് മൊത്തം അരിച്ചു വർക്ക്, ഡ്രാഗൺ ബോൾ എന്തായാലും കിട്ടണം, അയാൾ തന്നില്ലെങ്കിൽ അയാളങ്ങ് തീർത്തേക്ക്. എന്നിട്ട് പിലാഫ് ആ ഡോറിൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട്, ഹലോ, ടെലഗ്രാം വന്നിട്ടുണ്ട്, ആരെങ്കിലും ഈ വീട്ടിലുണ്ടോ? ഇത് കേട്ടപ്പോൾ മായും ഷോയും ഇയാളിത് എന്താണ് കാട്ടുന്നതെന്നുള്ള ചിന്തയിലാണ്. അപ്പോൾ പിലാഫ് പറയുന്നുണ്ട്, കണ്ടിട്ട് ഇവിടെ ഒരാളില്ലാന്നാണ് തോന്നുന്നേ, നമുക്ക് പറ്റിയ സമയം തന്നെ. അപ്പം മായി പറയുന്നുണ്ട്, നമുക്ക് ഈ ജനൽ പൊളിച്ച് അകത്തേക്ക് കിടക്കാം.
അപ്പോൾ പിലാഫ് പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ അടുത്തൊരു ചാവി ഉണ്ട്, ആ ചാവി ഉപയോഗിച്ചുകൊണ്ട് ഏത് ഡോറും തുറക്കാൻ പറ്റും. അത് ഞാനിവിടെ വെച്ചേ കാലിൻ്റെ ഇടയിലാണോ? അല്ലല്ല, ശരി അത് എവിടെയാണെന്നാലും ആ കിട്ടിപ്പോയി. എന്നിട്ട് പിലാഫ് ആ ചാവി വെച്ചിട്ട് ആ വാതിൽ തുറക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ പിലാഫ് പറയുന്നുണ്ട് ജനൽ പൊട്ടിച്ചകത്ത് കയറുന്നൊക്കെ മണ്ടന്മാരുടെ സ്വഭാവമാ, ഒരുത്തനും ബുദ്ധിയില്ല, കണ്ടോ ഇതിപ്പോൾ അൺലോക്കായി, ഇനി നമുക്കിത് തുറന്ന് കയറാം എന്ന് പറഞ്ഞിട്ട് പിലാഫ് ആ വാതിൽ തുറക്കുമ്പോൾ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇത് തുറക്കേണ്ടതാണല്ലോ, ഇതെന്താ വരാത്തേ. അപ്പം നമ്മുടെ മായും ഷൂയും നൈസായിട്ട് ആ ജനൽ തുറന്ന് ഉള്ളിൽ കയറി പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്തിനാ അത് ലോക്കാക്കിയത്. അപ്പോൾ പിലാഫ് വയ്ക്കുന്നുണ്ട് ലോക്കാക്കിയെന്നോ. അപ്പോൾ മായി പറയുന്നുണ്ട് അതെ, ഇത് ഓൾറെഡി അൺലോക്കഡ് ആയിരുന്നു, നിങ്ങളാണിപ്പോൾ ഇത് ലോക്കാക്കിയത്. അപ്പോൾ നമ്മുടെ പിലാഫാണെങ്കിൽ ആകെ ചമ്മി പോയി നിൽക്കുകയാണ്. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗോക്കു കിൻഡോനിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് പറക്കുകയാണ്. എന്നിട്ട് ടെർട്ടിൽ ഹെർമിറ്റിനോട് പറയുന്നുണ്ട് വളരെ നന്ദിയുണ്ട് ഇതെനിക്ക് തന്നതിന്. അപ്പോൾ ടെർട്ടിൽ ഹെർമിറ്റ് പറയുന്നുണ്ട് നീ ഇതിനെ എന്നേക്കാൾ നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഗോക്കു ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പറന്നു പോകുന്നു. അപ്പം നമ്മുടെ ബുൽമ ടെർട്ടിൽ ഹെർമിറ്റിനോട് ചോദിക്കുന്നുണ്ട് ഹലോ എനിക്കിതുപോലത്തെ എന്തെങ്കിലും സമ്മാനം തരുമോ. അപ്പം ടെർട്ടിൽ ഹെർമിറ്റ് ആമോട് വയ്ക്കുന്നുണ്ട് കാമേ ഇവൾ നിന്നെ എന്തെങ്കിലും സഹായിച്ചോ. അപ്പോൾ ആമ പറയുന്നുണ്ട് ഇവളൊരു തരി പോലും എന്നെ സഹായിച്ചില്ല. അപ്പോൾ ബുൽമ പറയുന്നുണ്ട് നിനക്ക് എങ്ങനെ അങ്ങനെ പറയാൻ തോന്നി, നിനക്ക് സാൾട്ട് വാട്ടർ തന്നത് ഞാനല്ലേ. അപ്പോൾ നമ്മുടെ ടെർട്ടിൽ ഹെർമിറ്റ് പറയുന്നുണ്ട് ശരി ഇവൾക്ക് ഇനി കൊടുക്കാൻ എൻ്റെ കയ്യിൽ സമ്മാനമൊന്നുമില്ലല്ലോ, നിനക്ക് ഞാൻ സമ്മാനം തരാം, പക്ഷേ നീ നിൻ്റെ പാൻറ്റീസ് ഒന്ന് കാണിച്ചു തരേണ്ടി വരും. ഇത് കേട്ടപ്പോൾ നമ്മുടെ ബുൽമയാണെങ്കിൽ പാൻറ്റീസ് കാണിച്ചു തരാനോ, എന്താ ഇയാളൊക്കെ പറയുന്നേ, ഞാനെങ്ങനെ ഇത് ചെയ്യും. അപ്പം ഈ ഗ്യാപ്പിൽ ആമ ടെർട്ടിൽ ഹെർമിറ്റോട് പറയുന്നുണ്ട് വെറുതെ അല്ല നിങ്ങൾക്ക് കിൻഡോനിൻ്റെ മുകളിൽ കയറാൻ കഴിയാഞ്ഞത്, നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഇതുപോലത്തെ വൃത്തികെട്ട ചിന്തകളാണല്ലേ. അപ്പം എർമിറ്റ് പറയുന്നുണ്ട് ഒന്നും മിണ്ടാൻ നിൽക്കടാ. അപ്പം നമ്മുടെ ബുൽമ പറയുന്നുണ്ട് ശരി എന്നാ ഞാൻ ചെയ്യാം, ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അവളുടെ ഡ്രസ്സ് നോക്കി കാണിക്കുന്നു. അത് കണ്ടപ്പോൾ നമ്മുടെ ടെർട്ടിൽ ഹെർമിറ്റിൻ്റെ മൂക്കിന്ന് വരെ ചോര വരുന്നു. പുള്ളിക്കാരൻ ഡബിൾ ഹാപ്പി. അപ്പം നമ്മുടെ ബുൽമ പറയുന്നുണ്ട് ഇനി എനിക്ക് എന്ത് സമ്മാനം തരാൻ പോകുന്നേ. അപ്പം നമ്മുടെ ടെർട്ടിൽ ഹെർമിറ്റ് ചിന്തിക്കുന്നുണ്ട് ഇനി ഇവൾക്ക് എന്ത് സമ്മാനം കൊടുക്കും. അപ്പം നമ്മുടെ ബുൽമ ടെർട്ടിൽ ഹെർമിറ്റിൻ്റെ കഴുത്തി കിടക്കുന്ന ഒരു ഡ്രാഗൺ ബോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ബുൽമ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ കഴുത്തി എടുക്കുന്ന ആ സാധനം തരുമോ. അപ്പോൾ ടെർട്ടിൽ ഹെർമിറ്റ് പറയുന്നുണ്ട് ഇതോ, ഇത് ഞാൻ തരാം, ഇതെനിക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട് ആ സാധനം ഊരിയിട്ട് ബുൽമ കൊടുക്കുന്നു. അപ്പം നമ്മുടെ ബുൽമ ആ ഡ്രാഗൺ ബോൾ നോക്കി പറയുന്നുണ്ട് ഇങ്ങനെ വരാൻ വഴിയില്ല, ഇതൊരു ഡ്രാഗൺ ബോൾ അല്ലേ, സൺ ഗോക്കു ഇങ്ങോട്ട് വന്ന് നോക്കടാ. അപ്പോൾ ഗോക്കു ആ ഡ്രാഗൺ ബോൾ നോക്കി പറയുന്നുണ്ട് ഡ്രാഗൺ ബോൾ ഇതിന് 3 സ്റ്റാർ ഉണ്ട്, അതിനർത്ഥം ഇത് 3 സ്റ്റാർ ബോൾ അല്ലേ. അപ്പോൾ ബുൽമ പറയുന്നുണ്ട് അതെ എടാ നീ ഓർക്കുന്നില്ലേ ആ റെഡാറിൽ വളരെ സൗത്ത് ഭാഗത്തായിട്ട് ഒരു ഡ്രാഗൺ ബോളിനെ കാണിച്ചിരുന്നില്ലേ, ആ ഡ്രാഗൺ ബോളാണിത്. സോ ഇവർ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മുടെ ടെർട്ടിൽ ഹെർമിറ്റ് മനസ്സ് ചിന്തിക്കുന്നുണ്ട് ഈ സാധനത്തിന് ഇത്രയും വിലയുണ്ടോ, ഇതെന്താ ശരിക്കും സംഭവം. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട് ഇപ്പം നമുക്ക് 4 ബോളായി. അപ്പോൾ ബുൽമ പറയുന്നുണ്ട് നമുക്ക് ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മളിത് കടലിൽ പോയി അന്വേഷിക്കേണ്ടിയിരുന്നു. അപ്പോൾ ടെർട്ടിൽ ഹെർമിറ്റ് പറയുന്നുണ്ട് അതെ അവിടെ നിൽക്ക്, ഞാനിത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ബുൽമ പറയുന്നുണ്ട് എന്താ നിങ്ങൾ പറയുന്നേ, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൾ പിന്നെ അവളുടെ ഡ്രസ്സ് നോക്കി കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ടെർട്ടിൽ ഹെർമിറ്റിൻ്റെ മൂക്കിൽ നിന്ന് ചോര ഒന്നുകൊണ്ട് പറയുന്നുണ്ട് എടുത്തോണ്ട് പൊക്കോ നീ അത്. അതിനുശേഷം അവർ ആ ബീച്ച് വിട്ട് പോകുന്നു. സോ ആ ഷോട്ടോടെ കട്ട് ചെയ്ത ശേഷം നമ്മുടെ ബുൽമയും ഗോക്കും അവരുടെ വീട്ടിൽ തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ ബുൽമ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം, അതുവരെ നീ ഇവിടെ വെയിറ്റ് ചെയ്യ്. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട് ഇന്നെനിക്ക് നല്ലൊരു സമ്മാനം കിട്ടി. അപ്പോൾ അകത്തുനിന്ന് നമ്മുടെ ബുൽമ പറയുന്നുണ്ട് എൻ്റെ പാൻറ്റീസ്. ആ സൗണ്ട് കേട്ടുകൊണ്ട് നമ്മുടെ ഗോക്കു ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ ബുൽമ പറയുന്നുണ്ട് എൻ്റെ പാൻറ്റീസ് എന്താ ഇവിടെ ചെയ്യുന്നേ. അപ്പോൾ ആ സമയത്ത് ഞാൻ അടിയിലൊന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട് നിനക്ക് ബോളുകളിൽ അത് ജീവിക്കാൻ കഴിയല്ലേ. അപ്പോൾ ബുൽമ വയ്ക്കുന്നുണ്ട് എന്തൊക്കെയാണ് നീ പറയുന്നേ. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെ കണ്ടു. അപ്പോൾ ബുൽമ വയ്ക്കുന്നുണ്ട് നീയല്ലല്ലോ എൻ്റെ പാൻറ് ഊരി കളഞ്ഞത്. അപ്പോൾ ഗോക്കു പറയുന്നുണ്ട് അതെ അത് ഞാനാണല്ലോ. അപ്പോൾ നമ്മുടെ ബുൽമ ആ ദേഷ്യത്തിൽ നമ്മുടെ ഗോക്കുവിനെ ഒരു തോക്കെടുത്തോണ്ട് വെടിവെക്കുന്നു. സോ ആ ഷോട്ടോടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പിലാഫും ഗ്യാങ്ങും ടെർട്ടിൽ ഹെർമിറ്റിൻ്റെ വീട് ഫുൾ അരിച്ചു പറക്കുന്നു. പക്ഷെ അവർക്ക് ഡ്രാഗൺ ബോളിൻ്റെ ഒരു പൊടി പോലും കിട്ടുന്നില്ല. അങ്ങനെ അവസാനം ടെർട്ടിൽ ഹെർമിറ്റ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മായും ഷൂയും തോക്കും വാളും പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കണ്ട് ടെർട്ടിൽ ഹെർമിറ്റ് പറയുന്നുണ്ട് നിങ്ങളൊക്കെ ആരാ. അപ്പോൾ പിലാഫ് വയ്ക്കുന്നുണ്ട് ഡ്രാഗൺ ബോൾ അവിടെ അതിങ്ങ് തന്നേക്ക്. അപ്പോൾ ടെർട്ടിൽ ഹെർമിറ്റ് പറയുന്നുണ്ട് ഡ്രാഗൺ ബോളോ എന്ന് വെച്ചാൽ. അപ്പോൾ ഷൂ പറയുന്നുണ്ട് കളിക്കാതെ ആ ഡ്രാഗൺ ബോൾ ഇങ്ങ് തന്നേക്ക്, അതാ നിനക്ക് നല്ലത്. അപ്പോൾ ടെർട്ടിൽ ഹെർമിറ്റ് പറയുന്നുണ്ട് ഡ്രാഗൺ ബോള് ആ സാധനം അത് ഞാനൊരു പെൺകുട്ടി കൊടുത്തു,
അപ്പോൾ പിലാഫ് പറയുന്നുണ്ട്, വെറുതെ കള്ളം പറയരുത്. അപ്പോൾ ഡയറക്റ്റ് ലിമിറ്റ് പറയുന്നുണ്ട്, ഇത് സത്യമാണ്, അവളുടെ ഒപ്പം ഒരു കുരങ്ങനെ പോലത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂ പറയുന്നുണ്ട്, ഇതവനാണ് ആ രൂപദാനി വെച്ച് പ്രശ്നം ഉണ്ടാക്കിയവൻ. അപ്പോൾ പിലാഫ് ചോദിക്കുന്നുണ്ട്, അവരെവിടേക്കാണ് പോയത്? അപ്പോൾ ടെററ്റിൽ ഹെർമിറ്റ് പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, ഞാൻ ബീച്ചിൽ വെച്ചിട്ടാണ് അവർ അവസാനമായിട്ട് കണ്ടത്. അപ്പോൾ പിലാഫ് പറയുന്നുണ്ട്, വണ്ടി ഇടറാ നേരെ ബീച്ചിലേക്ക്. എന്നിട്ട് ഇവർ ആ പ്ലെയിനിൽ കയറിട്ട് ആ പ്ലെയിനിനെ ഒരു ബോട്ടാക്കി മാറ്റുന്നു. എന്നിട്ട് പിലാഫ് ടെററ്റിൽ ഹെർമിറ്റിനോട് പറയുന്നുണ്ട്, ഈ വണ്ടി ഒന്ന് തള്ളിക്കേ. അപ്പോൾ ടെററ്റിൽ ഹെർമിറ്റ് പറയുന്നുണ്ട്, എൻ്റെ സ്ഥലത്ത് എൻ്റെ അനുവാദമില്ലാതെ വണ്ടി ലാൻഡ് ചെയ്തിട്ട് എന്നോടഞ്ഞ് തള്ളാൻ പറയാൻ ഇവൻ ആരടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെററ്റിൽ ഹെർമിറ്റ് ആ ബോട്ടിലൊരു ഓട്ടം ഉണ്ടാക്കുന്നു. എന്നിട്ട് അത് ഉന്തി കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഷൂ പറയുന്നുണ്ട്, ബോട്ടിനെക്കാട്ടി നല്ല പ്ലെയിൻ തന്നെ ആയിരുന്നു. അപ്പോൾ പിലാഫ് പറയുന്നുണ്ട്, ഒന്ന് മിണ്ടായിരിയടാ. സോ ഈ സമയം ആ ഓട്ടോയിൽ കൂടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബുൽമ ആ വീട് പിന്നെ ഒരു ക്യാപ്സ്യൂളാക്കി മാറ്റുന്നു. എന്നിട്ട് ബുൽമ കോക്കിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ കിൻഡോനിൻ്റെ മുകളിൽ നമുക്ക് രണ്ടുപേർക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? അപ്പോൾ കോക്ക് പറയുന്നുണ്ട്, ആ ഓൾഡ് മാൻ പറഞ്ഞത് നീ കേട്ടില്ലേ, മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രമേ ഇതിൽ കയറി യാത്ര ചെയ്യാൻ പറ്റൂ. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലെങ്കിലേ നല്ല മനസ്സാണ്. എന്നിട്ട് അവൾ ചാടി കയറുമ്പോൾ ദേ കിടക്കണ് താഴെ. അപ്പോൾ നമ്മൾ ഗോക്കു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മനസ്സിൽ നന്മയുള്ളവർക്കേ കയറാൻ പറ്റൂ. അപ്പോൾ ബുൽമ പറയുന്നുണ്ട്, എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ, സൗന്ദര്യം കൂടിയത് ഒരു പാപമാണോ? എന്നിട്ട് അവർ ആ സ്ഥലത്ത് നിന്ന് പോകുന്നു. ആ ഷോട്ട് അവിടെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പിലാഫിനെ ഗ്യാങ്ങിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഷൂ പറയുന്നുണ്ട്, ഈ വണ്ടി നല്ല മെല്ലനെ പോകുന്നേ. അപ്പോൾ പിലാഫ് പറയുന്നുണ്ട്, മിണ്ടാതെ ഓടിക്കടാ. അപ്പോഴത്തേക്കും ആ ബോട്ടിൽ വെള്ളം കയറിയിട്ട് ആ ബോട്ട് താഴ്ന്നു പോകുന്നു. ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ 3-ാമത്തെ എപ്പിസോഡ് കഴിയുന്നു. ഇനി 4-ാമത്തെ എപ്പിസോഡ് കാണാം.